ശ്രീ പി കൃഷ്ണദാസ്, കരയ്ക്ക് ഇരുന്ന് കളി കാണുന്നവർ എന്നാണ് നിങ്ങളെ വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ജയരാജ്. പക്ഷെ നിങ്ങളെ ആകർഷിക്കുന്ന ഒരു ഘടകമായി മാറിയിട്ടുണ്ടല്ലോ ഇപ്പോൾ കേരളത്തിലെ ഈ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളുടെ പരസ്പരമുള്ള ഈ പോര്. പക്ഷെ ഇന്ത്യ സഖ്യം എന്നുള്ളത് കേരളത്തിൽ പ്രായോഗികമല്ല, അതില്ല എന്ന് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ സമകാലിക വിഷയങ്ങളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലേ LDFനും UDFനും പ്രചാരണത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നുള്ളൂ. അതവർ ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ. അതിലേക്ക് പ്രധാനമന്ത്രി പറയുകയാണ് ഇവിടെ ഇന്ത്യ സഖ്യത്തിൽ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത്, അത് ഞാൻ പറയുന്നതിനേക്കാൾ ശക്തമായ രീതിയിലാണ് രാഹുൽ ഗാന്ധിയെ പിണറായി വിജയൻ അധിക്ഷേപിക്കുന്നത് എന്നൊക്കെ പ്രധാനമന്ത്രിയും ഇതിൽ ഏറ്റുപിടിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ലേ മുന്നോട്ട് പോകുവാൻ LDFനും UDFനും കഴിയുകയുള്ളൂ. ശ്രീ മഞ്ജുഷ്, ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് എത്രയോ മുൻപ് തന്നെ ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും CPMനെ സംബന്ധിച്ചാണെങ്കിലും ഇടതുപക്ഷ കക്ഷികളെ സംബന്ധിച്ചാണെങ്കിലും അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ദേശീയ തലത്തിൽ പറഞ്ഞിരിക്കുന്നു. ദേശീയ സെക്രട്ടറിമാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMൻ്റെയും CPIയുടെയും എല്ലാം ആ സഖ്യത്തോടൊപ്പം നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഓശാന പാടുന്ന ഒരു രീതിയിലേക്ക് എത്രയോ കാലങ്ങളായി മാറിയിട്ട്. അപ്പോൾ CPMും CPIയും അവർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ വരുമ്പോൾ അത് ഗുണം ചെയ്യില്ല എന്ന് കാണുന്നത് കൊണ്ട് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ദേശീയ തലത്തിൽ വിശാലമായി നടക്കുന്ന ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ തരത്തിലൊരു സംസ്ഥാനത്തേക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് അവരുടെ ദേശീയ രാഷ്ട്രീയത്തെ കാണാൻ വേണ്ടി കഴിയുമോ? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് ഇവിടെ നടക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റാണ്. കേരളത്തിൽ UDFനെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും BJP ജയിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ പയറ്റിയിട്ടുള്ളത് ആ രാഷ്ട്രീയം തന്നെയാണ്. BJPയെ കേരളത്തിൽ നിന്ന് ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. അത് കഴിഞ്ഞ തവണയെല്ലാം ജനങ്ങൾ കാണുകയും അത് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അന്തർധാരയുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുകയെല്ലാം ചെയ്തിട്ടുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ അതൊന്നും വിലപ്പോകാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ നടക്കുന്ന ദേശീയ ഗവൺമെന്റിനെ പിന്തുണക്കാൻ കഴിയുന്ന MPമാർ ഉണ്ടാകണം എന്നുള്ളത് എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ വിഭാഗം ആളുകളിൽ നിന്നുമുള്ള ചർച്ചകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള എതിർപ്പും BJP രാഷ്ട്രീയത്തോട് ഏത് മേഖലയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടുത്തെ ആളുകൾ പ്രത്യക്ഷമായി പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പോൾ CPMനെ സംബന്ധിച്ചും ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും BJPയെ ഏതെങ്കിലും ഒരു സൈഡിലേക്കാക്കാൻ കഴിയുമോ എന്നൊരു ചർച്ച അതിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ്. ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്താ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്? BJPയെ കണക്കാക്കേണ്ടതില്ല. എൻ്റെ സുഹൃത്തെ, ഇത് തന്നെയാണ് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമെല്ലാം ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറി വരുന്നത്, കേരളത്തിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാകുന്നത്, എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഭയപ്പാടുണ്ടാക്കുന്നു. അപ്പോൾ അത് വയനാട്ടിലാണെങ്കിലും മറ്റു മണ്ഡലങ്ങളിലാണെങ്കിലും കേരളത്തിൽ സ്വാഭാവികമായും പരസ്പരം തല്ലിയില്ല എന്നുണ്ടെങ്കിൽ, പരസ്പരം അഭിപ്രായങ്ങൾ പറഞ്ഞ് തങ്ങൾ രണ്ട് ചേരിയിൽ നിൽക്കുന്ന ആളുകളാണെന്ന് ബോധ്യപ്പെടുത്തിയില്ല എങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് BJP രാഷ്ട്രീയവും BJP വിരുദ്ധ രാഷ്ട്രീയവുമായി മാറാൻ പോകുന്നു എന്നുള്ളതാണ്. കേരളം സമീപ ഭാവിയിൽ ആ തരത്തിലുള്ള ചർച്ചകളിലേക്ക് എത്രയോ നാളുകളായി വന്നുകൊണ്ടിരിക്കുകയാണ്. BJP രാഷ്ട്രീയവും BJP വിരുദ്ധ രാഷ്ട്രീയവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ BJP വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും രണ്ട് കക്ഷികൾ അല്ലെങ്കിൽ രണ്ട് മുന്നണികൾ അതല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളായി നിന്നുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തങ്ങൾ തമ്മിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മാത്രമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയതുകൊണ്ടല്ലേ ഇവർ പരസ്പരം കൂടുതലായിട്ട് അറ്റാക്ക് നടത്തുന്നത്? ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രസംഗങ്ങളിൽ പറഞ്ഞു പോകുന്നു, വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സാമ്പത്തികമായി കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പൊതുയോഗങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ ഈ CAA കാര്യം എടുത്തു പറയുന്നുണ്ട്. അതൊക്കെ ഒരു അജണ്ട സെറ്റ് ചെയ്യൽ തന്നെയാണ്. പക്ഷേ അവിടെ പരസ്പരം പോരടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും LDFും UDFും തമ്മിൽ പോരടിക്കുന്ന ഒരു സംസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചാലേ രക്ഷയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് മുഖ്യമന്ത്രിക്കുമുണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനുമുണ്ട്. അതുകൊണ്ടാണ് BJPയേക്കാൾ കൂടുതലുള്ള ആക്രമണങ്ങൾ ഇത്തരത്തിൽ രാഹുൽ ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ പ്രത്യേകിച്ച് രാഹുലിനെതിരെ ഉന്നയിക്കുന്നത്. തിരികെ ഇന്ന് പ്രിയങ്ക വന്നപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ആക്രമിച്ചത്. മഞ്ജുഷ, അത് ഒരു പുതിയ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ യാത്ര നടക്കുമ്പോൾ ആ യാത്രയിൽ
കോൺഗ്രസിന്റെ പതാകയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പതാകയും UDF-ലെ മറ്റ് കക്ഷികളുടെ പതാകയും അവർക്ക് ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ടായി. അല്ല അത് ഒരൊറ്റ കാരണം കൊണ്ടാണല്ലോ. അത് BJP 2019 അത് വടക്കേ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി. അത് ഇത്തവണ ആയുധമാക്കാൻ വിട്ടുതരില്ല എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. അത് UDF-ന്റെയും കോൺഗ്രസിന്റെയും തീരുമാനമായിരുന്നു. അതിനെ മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതിനെ അങ്ങനെ മാത്രം കാണേണ്ടതില്ല മഞ്ജുഷേ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെയായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ കൊടികൾ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ ആ പച്ച നിറത്തിലുള്ള കൊടികൾ ഉപയോഗിച്ചാൽ മുസ്ലിം ലീഗ് കൊടികൾ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടും രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിൽ എന്നുള്ളതായിരുന്നു. പക്ഷേ നാം കാണാതെ പോകുന്ന മറ്റൊരു രാഷ്ട്രീയം അവിടെ ഉണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്. അത് കോൺഗ്രസിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസോ വീണ്ടും തിരിച്ച് അധികാരത്തിൽ വരും എന്നുള്ളൊരു ധാരണ അവർക്ക് ദേശീയ തലത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് വന്നപ്പോൾ അങ്ങനെ ഒരു ധാരണ ഇല്ല എന്നുള്ളത് അവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടി ഇല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഇടതുപക്ഷത്തോടുള്ള ആഭിമുഖ്യം കേരളത്തിനും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന സ്വതന്ത്രരായിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിന്നുള്ള വോട്ടുകൾ അത് തങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയില്ലെങ്കിൽ ജയിച്ചു കയറാനുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകും അല്ലെങ്കിൽ കുറവുണ്ടാകുമെന്ന് തിരിച്ചറിവാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മുസ്ലിം ലീഗിന്റെ കൊടി ഒഴിവാക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസ്സുകാർ എങ്ങനെ കോൺഗ്രസിന്റെ കൊടി ഒഴിവാക്കും? ആ കോൺഗ്രസിന്റെ കൊടി ഒഴിവാക്കുന്നതിന്റെ പിന്നിൽ ഇടതുപക്ഷത്ത് നിന്നുള്ള വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്ത് വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നില എന്താകും എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമുണ്ട്. CPM-ന് അവരുടെ ദേശീയ പാർട്ടി പദവി സംരക്ഷിക്കേണ്ടതുണ്ട്. ആ സമയത്താണ് താങ്കൾ പറയുന്നത് അവിടെ അഡ്ജസ്റ്റ്മെന്റ് ആണ് നടക്കാൻ പോകുന്നത്. UDF-നെ ജയിപ്പിക്കാനായിട്ട് CPM വോട്ടുകൾ നൽകുമെന്ന്. അത് പക്ഷേ അങ്ങോട്ട് ഒത്തുപോകുന്നില്ല. അത് മാത്രമല്ല കോൺഗ്രസിനും ജീവൻ മരണ പോരാട്ടമാണ്. കേന്ദ്രത്തിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കണം, ലോക്സഭയിലേക്ക് പരമാവധി സീറ്റുകൾ നേടിയെടുക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെ ലക്ഷ്യമാണ്. അതിനിടയ്ക്ക് അഡ്ജസ്റ്റ്മെന്റിന് പോകുന്നത് എങ്ങനെയാണ്? മഞ്ജുഷ, അവിടെയാണ് ഇതിൻ്റെ ഇടയിലുള്ള ഒരു അന്തർധാര എന്ന് നമ്മൾ കാണേണ്ടത്. അത് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളെ സംബന്ധിച്ചാണെങ്കിലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും അവർ പരസ്പരം എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? BJP-യുമായൊരു അന്തർധാരയുണ്ട്, BJP-യുമായൊരു അന്തർധാരയുണ്ട്. എന്ത് അന്തർധാര? LDF ഞങ്ങളുമായി എന്തെങ്കിലും അന്തർധാര ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? UDF ഏതെങ്കിലും അന്തർധാര ഞങ്ങളുമായി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? അപ്പോൾ പരസ്യമായി ജനങ്ങളുടെ മുൻപിലേക്ക് രണ്ട് മുന്നണികളും പറയുന്ന അന്തർധാരയുള്ളത് അവർ തമ്മിലാണ്. BJP-യെ തോൽപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ രണ്ടുപേരും ഒരുമിക്കുന്നത് എങ്ങനെയാണ്? എത്രയോ കാലമായി കേരളം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ് അത് വയനാട്ടിൽ ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ എന്തിനാണ് കോൺഗ്രസ്സുകാർ അവരുടെ കൊടി ഒഴിവാക്കേണ്ട സാഹചര്യം? മഞ്ജുഷേ, അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ലല്ലോ. കോൺഗ്രസ്സുകാർക്ക് ഏറ്റവും സുഗമമായി അവരുടെ കൊടി ഉയർത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ MP-മാർ കോൺഗ്രസിന് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് ഇവിടെയും ശക്തി നഷ്ടപ്പെടുന്നു. ഇവിടെയും അവർക്ക് ആർജവത്തോടുകൂടി അവരുടെ ആശയം പറയാൻ പരാജയപ്പെടുന്നു. അവരുടെ മുന്നണിയിൽ ഒപ്പം നിൽക്കുന്ന കക്ഷികളുടെ ആശയം പറയാൻ പരാജയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ BJP മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തോടും BJP മുന്നോട്ട് വെക്കുന്ന ദേശീയ രാഷ്ട്രീയത്തോടും ഒപ്പം നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നതിൽ രണ്ട് മുന്നണികളും BJP-ക്കെതിരായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് എന്ത് രാഷ്ട്രീയമാണ് ഇതിനകത്തുള്ളത്? ഇല്ലെങ്കിൽ എന്താ കൊടി ഉപയോഗിക്കാൻ ഇത്ര വലിയ